ശരീരം കോച്ചുന്ന തണുപ്പിൽ കട്ടിയുള്ള മഞ്ഞിന്റെ പുതപ്പ് മാറ്റി അവൾ പുഴക്കരയിലേക്ക് നടന്നു. അവളുടെ വലങ്കൈയിൽ നീല നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും അതിൽ നിറയെ അലക്കാനുള്ള തുണികളും ഉണ്ടായിരുന്നു. തണുപ്പ് കാരണം ഇടയ്ക്ക് കാലിടറി വിറച്ചു പോകുന്നുണ്ടെങ്കിലും അത് വകവെക്കാതെ അവൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. ഗൗരി, ഇന്നെന്താ പതിവിലും നേരത്തെ? പുഴക്കരക്കടുത്തുള്ള ഓടിട്ട വീട്ടിൽ നിന്നും ഒരു മെലിഞ്ഞു വെളുത്ത പെണ്ണ് ഉറക്കെ ചോദിച്ചു. അവൾ അത് ചോദിക്കുമ്പോഴും രണ്ട് ഉള്ളം കൈകൾ തമ്മിലുരസി സ്വയം ചൂടന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു വീട്ടിലും കൂടി ജോലി കിട്ടി, അതിന്റെ തിരക്ക. ഗൗരി ചെറുചിരിയോടെ അവരോട് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ള ബക്കറ്റ് അവിടെയുള്ള പാറക്കല്ലിൽ ഭദ്രമായി വെച്ചു. ഇനിയും ജോലിയോ? ആ മെലിഞ്ഞ പെൺകുട്ടിയുടെ കണ്ണുകൾ വീർത്തു വന്നു. കൂടുതൽ കാര്യങ്ങൾ തിരക്കണമെന്നുണ്ടായിരുന്നിട്ടും ഡിസംബറിലെ അസഹ്യമായ തണുപ്പ് കാരണം ആ പെൺകുട്ടി വേഗത്തിൽ ഉള്ളോട്ട് വലിഞ്ഞു. ഗൗരി അതൊന്ന് നോക്കിയ ശേഷം തന്റെ പണികളിൽ മാത്രം മുഴുകി. വീട്ടിൽ ചെറിയ തോതിൽ പൈപ്പ് വെള്ളമുണ്ടെങ്കിലും അവൾക്ക് പുഴയിലിറങ്ങി അലക്കുകയും കുളിക്കുകയും വേണം. എന്നാലേ അന്നത്തെ ദിവസം തൃപ്തിയാവുള്ളൂ. അതറിയുന്ന അച്ഛനും അമ്മയും ഗൗരിയുടെ പുലർച്ചെയുള്ള ഈ പോക്ക് തടയാറുമില്ല. 5 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞനിയൻ കൂടിയുണ്ട് ഗൗരിക്ക്. അവനാണ് അവളുടെ ലോകം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഗൗരിയുടെ കുടുംബം ഒരു സാധാരണ കുടുംബമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും ആ പാവം പെണ്ണിന്റെ ചുമലിലാണ്. അച്ഛനും അമ്മയും ഒരേപോലെ കിടപ്പിലായതു മുതൽ തുടങ്ങിയ ഓട്ടമാണ് ഗൗരിയുടേത്. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ഗൗരിക്ക് അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ കാരണം 1 വർഷം നഷ്ടപ്പെട്ടു. അതിൽ അവളേക്കാൾ അതീവ ദുഃഖം അച്ഛനായ രഘുവിനും സുജാതയ്ക്കുമായിരുന്നു. ഗൗരി പഠിച്ച് വലിയ നിലയിലെത്തുന്നത് അവളേക്കാൾ സ്വപ്നം കണ്ടിരുന്നത് അവരായിരുന്നു. മോളെ ഗൗരി! പുറത്തു നിന്നും ഗൗരിയുടെ ശബ്ദം കേട്ട രഘു ചുമച്ചുകൊണ്ട് നീട്ടി വിളിച്ചു. അത് കേട്ട് അയാളുടെ തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്ന സുജാത മിഴിയുയർത്തി എന്താണെന്ന് ചോദിച്ചു. അയാൾ ഒന്നുമില്ലെന്ന് കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നിട്ടും സംശയം മാറാതെ അവർ തന്റെ ഭർത്താവിനെ മാത്രം നോക്കിക്കിടന്നു. രഘു രണ്ടാമതും ഗൗരിയെ വിളിച്ചപ്പോഴായിരുന്നു അവൾ അച്ഛനടുത്തേക്ക് ഓടി വന്നത്. എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്ന ആവലാതി ആ പെണ്ണിന്റെ മുഖത്തുണ്ടായിരുന്നു. എന്താ അച്ഛാ? ഞാനാകെ പേടിച്ചു പോയല്ലോ. അവളുടെ കണ്ണിലെ വെപ്രാളം കണ്ടപ്പോൾ അയാളൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല എന്റെ കുട്ടി, നിന്നോടൊരു കാര്യം തിരക്കാൻ വിളിച്ചതാ. എന്താ അച്ഛാ? ഗൗരി സ്നേഹത്തോടെ അമ്മയുടെയും അച്ഛന്റെയും നടുവിലായി വിശ്രമിക്കുന്ന ചെയറിലേക്കിരുന്നു. സുജാത മകളെയും ഭർത്താവിനെയും ഇമയനക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ കുട്ടി, എത്രാന്ന് വെച്ച അങ്ങനെ കഷ്ടപ്പെടുന്നേ? നിനക്കും വേണ്ട മോളെ ഒരു ജീവിതം. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? നിനക്കൊരാലോചന വന്നിരുന്നു. അയാൾ മടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും തുടങ്ങിയോ? ഇതുവരെ നാട്ടുകാര് മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ ബാക്കി പൂർത്തിയാക്കാതെ വളരെ വിഷമത്തോടെ അവൾ രഘുവിനെ നോക്കി. നിശബ്ദതയ്ക്കുമേൽ മറ്റൊരു മൗനം പൊതിഞ്ഞതുപോലെ മൂവരും മൂകരായി പരസ്പരം നോക്കി. രഘുവിന്റെ കണ്ണിലെ നേർത്തിളക്കം ഗൗരിയെ പ്രയാസപ്പെടുത്തി. അവൾ സുജാതയെ നോക്കി. ആ കണ്ണിലും ദുഃഖത്തിന്റെ നിഴൽ പതിഞ്ഞിരുന്നു. ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. നീ ഇങ്ങനെ നരകയാതന സഹിച്ച് ജീവിക്കുന്നത് കാണുന്നതിലും ഭേദം മരിച്ചു പോകുന്നതാ. രഘു ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഗൗരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി. അയലിൽ തുണികൾ വിരിച്ചിടുന്ന സമയത്തായിരുന്നു രഘു ഗൗരിയെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അലക്കിയ തുണികൾ പകുതിയും ബക്കറ്റിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ബാക്കി തുണികൾ കൂടി അയലിലേക്കിട്ടവൾ രഘുവിനോടും സുജാതയോടും യാത്ര പറഞ്ഞിറങ്ങി. നീ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കുമോളെ. വീടിന് പുറത്തേക്കിറങ്ങുമ്പോൾ രഘുവിന്റെ ദയനീയമായ ശബ്ദം അവൾ കേട്ടു. ആ പെണ്ണിന്റെ കവിളിലൂടെ ചൂടുറഞ്ഞ കണ്ണുനീരൊഴുകിയിറങ്ങി. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വയലിന് മുകളിൽ ഒരു വലിയ വെള്ളക്കുട നിവർത്തി വെച്ചതുപോലെ മൂടി നിൽക്കുന്ന മഞ്ഞ്. ഗൗരി എന്നത്തെയും പോലെ അന്നും അതേറെ നേരം നോക്കി നിന്നു. മനസ്സിലായത്തിൽ മുറിവേറ്റുപോയാൽ ആ നിൽപ്പവൾക്ക് പതിവുള്ളതാണ്. കാരണം ആ സമയം അത്രയും ആ പെണ്ണിന്റെ ചിന്തകൾ മറ്റെവിടെയോ ആയിരിക്കും. അവൾക്കു പോലും അറിയാത്ത മറ്റെവിടെയോ. അവിടെ അവളും അവളുടെ സ്വപ്നങ്ങളും മാത്രമേ ആ പെണ്ണിന് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് എത്ര ശ്രമിച്ചിട്ടും ആ സ്വപ്നങ്ങൾ അവൾ കണ്ടില്ല. പകരം ഇരുണ്ട നിറത്തിൽ നിറയെ കുരുക്കളുള്ള മറ്റെന്തോ ഒന്ന് മാത്രമാണ് അവൾ കണ്ടത്.
അവൾക്ക് വല്ലാത്ത ഭയവും ജിജ്ഞാസയും തോന്നി. ഒരു നിമിഷം തന്റെ സ്വപ്നങ്ങളെല്ലാം കരിങ്കൽ ഗുഹയ്ക്കുള്ളിൽ ആരോ ബന്ധിച്ചതുപോലെ തോന്നി അവൾക്ക്. ഗൗരിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. മറ്റൊരു നിമിഷം കൂടി അവിടെ നിൽക്കാതെ അവൾ തന്റെ ജോലി സ്ഥലത്തേക്ക് നടന്നു. രഘുവും സുനിതയും കിടപ്പിലായതോടെ മറ്റൊരു മാർഗവുമില്ലാതെ വലിയ വീടുകളിൽ അടുക്കളപ്പണിക്കായിരുന്നു ഗൗരി പോയിരുന്നത്. ഒരു ദിവസം 3 വീടുകളിലായിരുന്നു അവൾ ജോലിക്ക് പോയിരുന്നത്. ഇന്ന് 4മതൊരു വീട്ടിൽ കൂടി ജോലിക്ക് വേണ്ടി പോയതാണ് ഗൗരി. ആദ്യം അവൾക്ക് പറ്റില്ലെന്നായിരുന്നു പറഞ്ഞത്. പിന്നീടാണ് അറിഞ്ഞത് ആ വീട്ടിലെ അടിയും തുടയും മാത്രം ചെയ്താൽ മതിയെന്ന്. അങ്ങനെയാണ് അവൾ ജോലിക്ക് വരാമെന്ന് സമ്മതിച്ചത്. മറ്റു വീടുകളിൽ പ്രധാനമായിട്ടും അവൾ ചെയ്തിരുന്നത് ഭക്ഷണമൊരുക്കുന്ന ജോലി മാത്രമായിരുന്നു. അതവൾക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നായതുകൊണ്ടാണ് 3 വീടുകളിലായി അവൾ ജോലിക്ക് പോയിരുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ കഠിനാധ്വാനിയായ ആ പാവം പെണ്ണിനോട് എല്ലാവർക്കും അലിവും സ്നേഹവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരി നല്ലൊരു നിലയിലെത്തിക്കാണാൻ രഘുവിനും സുനിതയ്ക്കും മാത്രമായിരുന്നില്ല, മറിച്ച് നാട്ടുകാരും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. അന്നത്തെ ദിവസം ഗൗരി പതിവിലും വൈകിയായിരുന്നു വീട്ടിലെത്തിയത്. സുജാത കാര്യം തിരക്കിയപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ മെല്ലെ ഒഴിഞ്ഞുമാറി. രഘുവും സുജാതയും ആശയക്കുഴപ്പത്തിലായി. അച്ഛാ, നിദ്രയുടെ 7 യാമങ്ങളിലെ കൂളിയിട്ട രഘു ആദ്യമൊന്നും ആ വിളി കേട്ടിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും രഘുവിനെ വിളിക്കവേ അയാൾ മുഷിച്ചിലോടെയും ആയാസപ്പെട്ടുകൊണ്ടും പതിയെ കണ്ണുകൾ തുറന്നു. തന്റെ കൈ അമർത്തിപ്പിടിച്ചിരിക്കുന്ന ഗൗരിയെ കണ്ടയാൾ ആദ്യമൊന്ന് പകച്ചുപോയി. തന്റെ നേരെ മുൻപിലുള്ള ചുമരിലെ ക്ലോക്കിൽ സമയം 2 മണിയാണെന്ന് കണ്ടപ്പോൾ രഘു നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. അവൾ മൗനം തുടർന്നു. എന്റെ കുട്ടി ഉറങ്ങിയില്ലേ? വാത്സല്യത്തോടെ രഘു തന്റെ കൈ പിടിച്ചിരിക്കുന്ന കൈകളിൽ മറുകൈ വെച്ച് തലോടി. ഇറുകെ അടച്ചിരിക്കുന്ന ആ പെണ്ണിന്റെ മിഴികൾ പതിയെ അയഞ്ഞു വരുന്നതോടൊപ്പം തുറന്നു വരികയും ചെയ്തു. എനിക്ക് സമ്മതമാണ് അച്ഛ. എന്റെ ഇഷ്ടങ്ങളെക്കാൾ അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. കരച്ചിലടക്കിക്കൊണ്ട് പറയുമ്പോഴും ആ പെണ്ണുടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെ ഇഷ്ടങ്ങളായിരുന്നില്ലേ മോളെ ഞങ്ങൾക്കും, പക്ഷേ നിന്നെങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് വയ്യ. രഘു ഗൗരിയെ നോക്കി. തിരികെ അവളും. അപ്പോ അച്ഛനെയും അമ്മയെയും ആര് നോക്കും? അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാനിവിടുത്തെ വാർഡ് മെമ്പറുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അവര് പറഞ്ഞത് നിന്നൊരാളുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനമായ സ്നേഹപരിചരണാലയത്തിൽ എത്തിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ കിച്ചുവിന്റെ കാര്യല്ലേ, അതും അവര് നോക്കാമെന്ന് പറഞ്ഞു. രഘു പതിയെ ഗൗരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ ഞാൻ സമ്മതിക്കുമെന്ന് അച്ഛനെങ്ങനെ തോന്നി? ഗൗരിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതങ്ങനെ എവിടെയെങ്കിലും ഉള്ള സ്ഥലമല്ല മോളെ, ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് താമസിക്കുന്ന വീടല്ലേ. രഘു ഗൗരിയെ ഒന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വേണ്ട, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. അച്ഛനെയും അമ്മയെയും കിച്ചുവിനെയും നോക്കാൻ കഴിയുന്ന ഒരാൾ വന്നാൽ അച്ഛന്റെ ഇഷ്ടപ്രകാരം ഞാൻ വിവാഹം കഴിക്കാം. ഗൗരിയുടെ തീരുമാനത്തിൽ അന്താളിച്ചു പോയ രഘു നിശബ്ദനായ അങ്ങനെ അവിടെ തന്നെ കിടന്നു. ഹാ, ഇത് നല്ല കൂത്ത്. കാണാൻ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതുപോലെയുള്ള ഡിമാൻഡൊക്കെ ആരെങ്കിലും അംഗീകരിക്കോ? രഘു ഗൗരിയുടെ തീരുമാനം ബ്രോക്കർ രാമനുണ്ണിയോട് പറഞ്ഞപ്പോൾ അയാൾ എന്തോ വലിയ ഹാസ്യം കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചുപോയി. രഘു താല്പര്യമില്ലാതെ അയാളെ നോക്കി. എന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ട് എന്ത് കാര്യം? ആദ്യം മകളെ പറഞ്ഞ് തിരുത്താൻ നോക്ക്, എന്നിട്ട് നമുക്ക് കെട്ടന്വേഷിക്കാം. രാമനുണ്ണി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രഘുവിന് ആകെ വെല്ലായ്മ തോന്നി. കിടന്ന കിടപ്പാലെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിസ്സഹായനായിക്കൊണ്ട് മൗനമായി ഏറെ നേരം ഒരേ കിടപ്പ് കിടന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ച വൈകുന്നേരം പെടുന്നനെ ബ്രോക്കർ രാമനുണ്ണി ഓടിക്കിതച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി വന്നു. രഘുവും സുജാതയും സംശയത്തോടെ അയാളെ നോക്കി. കിതപ്പ് കാരണം അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ചെന്നിയിലൂടെ ഒഴുകുന്ന വിയർപ്പ് തോളിലിട്ട മുണ്ടുകൊണ്ട് അയാൾ അമർത്തി തുടച്ചു. എന്താ രഘു നീ ഇങ്ങനെ നോക്കുന്നേ? രാമനുണ്ണി ചെറിയ കിതപ്പോടെ ചോദിച്ചു. നിന്റെ കോലം കണ്ടിട്ടാ. ഗൗരി എവിടെ? അയാൾ 4 പാടും കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. അവൾക്ക് ജോലിയുള്ളതല്ലേ, എത്താറാവുന്നതേ ഉള്ളൂ.
ആണോ? എന്നാ ഇനി അവളോട് എവിടേക്കും പോവണ്ടെന്ന് പറയും. രാമനുണ്ണിയുടെ മുഖത്തെ പ്രസന്നത കണ്ടപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് രഘു ഊഹിച്ചു. എങ്കിലും അയാൾ സംശയത്തോടെ ചോദിച്ചു, എന്തിന്? അവള് ജോലിക്ക് പോയാലല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, കൂടെ അവളുടേതും. ഇനി അതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, അതിനൊരു പരിഹാരമായിട്ടാ ഞാൻ വന്നേക്കുന്നേ. രാമനുണ്ണി ഒന്ന് ചിരിച്ചു. രഘുവിന്റെ സംശയം മാറിയില്ല. നീ ഒന്ന് തെളിച്ചു പറ രാമ. രഘുവിന് വല്ലാത്ത ആകാംക്ഷ തോന്നി. രാമനുണ്ണി പൊട്ടിച്ചിരിച്ചു. എന്റെ രഘുവേട്ട, മോൾക്ക് നല്ലൊരു ആലോചന. ഇങ്ങോട്ട് വന്നിക്ക്. അവളുടെ എല്ലാ ഡിമാൻഡുകളും സ്വീകരിക്കാൻ അവർ തയ്യാറാ. രാമനുണ്ണി സന്തോഷത്തോടെ അത് പറയുമ്പോൾ രഘു ശ്വാസം അടക്കി പിടിച്ചു കേൾക്കുകയായിരുന്നു. ഒപ്പം സുജാതയും. എന്നു വെച്ചാ ഗൗരിമോളെ അവർക്ക് വലിയ ഇഷ്ടായി. ആ ചെറുക്കൻ എവിടെയോ വെച്ച് അവളെ കണ്ടിട്ടുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞപ്പോ ആർക്കും എതിർപ്പില്ല. അതിനാർക്കും എതിർക്കാനും വകുപ്പില്ല. കാരണം ഭരണം മുഴുവൻ ആ ചെക്കനാണല്ലോ. അതുകൊണ്ട് അവൻ പറയുന്നതാണ് എല്ലാം. രാമനുണ്ണി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എവിടുന്നാ? രഘുവിന് അത്ഭുതമടക്കാനായില്ല. കിഴക്കേ പാട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? രഘു ആലോചനയോടെ ഒത്തിരി നേരം രാമനുണ്ണിയെ നോക്കിക്കിടന്നു. ശേഷം ഇല്ലെന്ന മട്ടിൽ തലയനക്കി. എങ്ങനെ കേൾക്കാനാ? ഭൂലോകായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. രാമനുണ്ണി രഘുവിനെ കളിയാക്കി. രഘു സുജാതയെ നോക്കി. അവരിലെ കണ്ണിലെ തിളക്കം അയാളെ ആയത്തിൽ സന്തോഷപ്പെടുത്തി. അവര് പണ്ടു മുതലേ വലിയ തറവാട്ടുകാരായിരുന്നു. പക്ഷേ അന്നൊന്നും ശങ്കരൻ മാഷിനെയും വസുമതി ടീച്ചറെയും ലോകം അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം. കുറച്ച് കുട്ടികൾക്കിടയിലും അവരുടെ നാട്ടുകാർക്കിടയിലും മാത്രം അറിയുന്ന ശങ്കരൻ മാഷ് പിന്നീട് ലോകം മൊത്തം അറിയപ്പെടുന്നത് ഋഷികേശിന്റെ മുത്തശ്ശനായിട്ടാ. സ്വന്തം മകനായ പ്രതാപൻ ശങ്കരൻ മാഷിന്റെ പിന്തുടർച്ചയായെങ്കിലും ഋഷികേശിന് ആ വഴി താല്പര്യമുണ്ടായിരുന്നില്ല. അവന് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ തുടങ്ങിയ ആദ്യത്തെ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി അതിഗംഭീര വിജയമായി മാറി. അതോടെ ശങ്കരൻ മാഷിന് കൊച്ചുമകനോടുള്ള വിശ്വാസം കൂടി. അതിനുശേഷം ഋഷികേശിന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തോൽവി എന്നൊരു വാചകം അവന്റെ ജീവിതത്തിലില്ല. പക്ഷേ എനിക്കതല്ല മനസ്സിലാവാത്തത്. ഇത്രയും വലിയ ഒരാൾ എന്തിനാ ഒരു ഗതിയുമില്ലാത്ത ഈ വീട്ടിൽ നിന്ന് വിവാഹം ആലോചിച്ച എന്നാ? രാമനുണ്ണി പിന്നെയും ശങ്കരൻ മാഷിന്റെ കുടുംബത്തെക്കുറിച്ച് പലതും വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയമായിരുന്നു ഗൗരി അവിടേക്ക് വന്നത്. പതിവില്ലാതെ രാമനുണ്ണിയെ അച്ഛന്റെ അടുത്ത് കണ്ട ഗൗരി ഒന്ന് ശങ്കിച്ചു നിന്നുപോയി. മോളിങ് വന്നേ. രാമനുണ്ണി വാത്സല്യത്തോടെ അവളെ നോക്കി. അവൾ പിന്നെയും ശങ്ക മാറാതെ അവിടെ തന്നെ നിന്നു. രഘു ഗൗരിയെ അടുത്തേക്ക് വരാൻ വേണ്ടി കൈ കാണിച്ചു. അവൾ പതിയെ അവിടേക്ക് നടന്നു. നമ്മുടെ നല്ല കാലം തെളിഞ്ഞു മോളെ. അവൾ സംശയത്തോടെ അച്ഛനെ നോക്കി. രാമനുണ്ണി തന്നെ എല്ലാ കാര്യങ്ങളും ഗൗരിയോട് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ കിട്ടിയ തിരിച്ചടി പോലെയായിരുന്നു രാമനുണ്ണിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവൾക്ക് തോന്നിയത്. തന്റെ അച്ഛനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഗൗരി ഋഷികേശുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളി. ആ നിമിഷം മുതൽ അവൾക്കെന്തെന്നില്ലാത്ത വെപ്രാളമായിരുന്നു. പിറ്റേന്ന് ഉച്ച തിരിഞ്ഞതിന് ശേഷമായിരുന്നു ഗൗരിയെ കാണാൻ ശങ്കരൻ മാഷും വസുമതി ടീച്ചറും വീട്ടിലെത്തിയത്. ഗൗരിയെ കണ്ടപാടെ അവർക്ക് നന്നായി ബോധിച്ചു. ചെറുക്കൻ രാമനുണ്ണി ഋഷികേശിനെ നേരിട്ട് കാണാനുള്ള അതിയായ താല്പര്യത്തോടെ ചോദിച്ചു. ശങ്കരൻ മാഷ് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവൻ വന്നിട്ടില്ല. അപ്പോ കുട്ടിയെ കാണണ്ടേ? രഘുവായിരുന്നു അത് ചോദിച്ചത്. അവൻ കണ്ടിഷ്ടപ്പെട്ടതാ. എങ്ങനെയാണെന്നോ എവിടെ നിന്നാണെന്നോ ഞങ്ങൾക്കറിയില്ല. ശങ്കരൻ മാഷിന്റെ പുഞ്ചിരി വസുമതി ടീച്ചറുടെ ചുണ്ടിലും പ്രതിഫലിച്ചു കണ്ടു. അത് കാണെ രഘുവിന് സന്തോഷം തോന്നി. ഞങ്ങൾക്കാദ്യം ഗൗരിമോളെ കണ്ടൊന്ന് സംസാരിക്കണം, വസുമതി ടീച്ചർ സൗമ്യമായി പറഞ്ഞു. അപ്പോഴായിരുന്നു ഗൗരിയുടെ വരവ്. ശങ്കരൻ മാഷും വസുമതി ടീച്ചറും പുഞ്ചിരിച്ചു. അത് കണ്ട് അവൾ തിരികെയും. ഋഷികേശിന്റെ അച്ഛൻ പ്രതാപൻ ലണ്ടനിലാണ്. കഴിഞ്ഞ ദിവസം പോയതേയുള്ളൂ. അതുകൊണ്ട് അവൻ വരാൻ കുറച്ച് ദിവസം പിടിക്കും. അതുകൊണ്ടാ വയ്യാഞ്ഞിട്ടും ഞങ്ങള് ധൃതിപ്പെട്ടിങ്ങ് വന്നേ. അമ്മ. സുജാത കൗതുകത്തോടെ അവരെ നോക്കി. ശങ്കരൻ മാഷിന്റെ മുഖം വാടിപ്പോയി. അരുതാത്തതെന്തോ താൻ ചോദിച്ചോ എന്നവർ ഒരു നിമിഷം ഭയന്നുപോയി. കുട്ടിയുടെ അമ്മ പ്രസവത്തിൽ മരിച്ചതാ. അവനെ നോക്കിയതെല്ലാം ഞങ്ങളാ.
വസുമതി ടീച്ചർ ഇടർച്ചയോടെ പറഞ്ഞു. അവരുടെ കണ്ണിലെ നീർത്തുള്ളികൾ ഗൗരിയെ എന്തെന്നില്ലാതെ നൊമ്പരപ്പെടുത്തി. പിന്നീട് പ്രതാപൻ സാർ വിവാഹം കഴിച്ചില്ലേ എന്നൊരു സംശയം രാമനുണ്ണിക്ക് തോന്നിയെങ്കിലും ആ ചോദ്യം ഉമിനീരിനോടൊപ്പം അയാൾ സ്വയം വിഴുങ്ങിക്കളഞ്ഞു. ശങ്കരൻ മാഷ് ഗൗരിയെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ വസുമതി ടീച്ചറോട് എന്തോ പറയാൻ വേണ്ടി കാണിക്കുന്നത് അവൾ കണ്ടു. അവൾക്കുള്ളിൽ പല സംശയങ്ങളും ജനിച്ചുകൊണ്ടിരുന്നു. മരണമില്ലാതെ നിന്നെ അവൻ എവിടെ നിന്ന് കണ്ടെന്നോ എങ്ങനെ കണ്ടെന്നോ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് നിന്നെ വലിയ ഇഷ്ടായി. ശങ്കരൻ മാഷ് സംസാരത്തിന് തുടക്കമിട്ടപ്പോൾ ഗൗരി അയാളെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഭയം നിനക്ക് അവനെ ഇഷ്ടാവോ എന്നാണ്. അയാൾ പറഞ്ഞത് കേട്ട് ഗൗരി അത്ഭുതത്തോടെ സംശയിച്ചു നോക്കി. അയാൾ തുടർന്നു. കാരണം ഞങ്ങളുടെ കൊച്ചുമകൻ, അതായത് ഋഷികേശ് മോൻ, ഒരു അപൂർവ രോഗത്തിനിരയാണ്. അതുകൊണ്ട് നാലാമതൊരാൾ അവനെ കാണുമ്പോൾ അറപ്പോടും വെറുപ്പോടും മാത്രമാണ് നോക്കുക. അത് കാരണമാണ് ഈ ഒരു കൂടിക്കാഴ്ച പോലും അവൻ ഒഴിവാക്കിയത്. ശങ്കരൻ മാഷ് വിഷമത്തോടെ അവളെ നോക്കി. എന്ത് പറയണമെന്നറിയാതെ അവൾ അയാളെ നോക്കി. പക്ഷേ ഈ വിവാഹത്തിന് നീ സമ്മതിക്കുകയാണെങ്കിൽ അവന്റെ പകുതി സ്വത്തുക്കൾ നിന്റെ പേരിലേക്ക് എഴുതി തരും. മാത്രല്ല നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കിച്ചുവിന്റെയും എല്ലാ കാര്യങ്ങളും അവൻ നോക്കും. അത് കേട്ടപ്പോൾ ഗൗരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവളുടെ മുഖത്തെ തിളക്കം കാണവേ ശങ്കരൻ മാഷിന് നിരാശ തോന്നി. പക്ഷേ ഒരു കാര്യം അവൾ മെല്ലെ അയാൾ മാത്രം കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു. അയാൾ എന്താണെന്ന ഭാവത്തോടെ അവളെ നോക്കി. സ്വത്തുക്കൾ തരാമെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് വേണ്ട. എന്റെ അച്ഛനെയും അമ്മയെയും അനുജനെയും സുരക്ഷിതമാക്കിയാൽ മാത്രം മതി. ഗൗരി മടിച്ച് വിക്കിക്കൊണ്ട് പറഞ്ഞു. ശങ്കരൻ മാഷിന്റെ മുഖത്തെ നിരാശ മറഞ്ഞുപോയി. അവിടെ സന്തോഷത്തിന്റെ അലകൾ മാത്രം നിറഞ്ഞു. അപ്പോ നിന്റെ വിദ്യാഭ്യാസം വേണ്ട, ഇനിയൊന്നും വേണ്ട. എനിക്ക് ആ ഒരു ഉറപ്പ് മാത്രം മതി. ഞാൻ വാക്ക് തരുന്നു, ഈ വിവാഹം കഴിയുന്നതോടെ നിന്റെ കുടുംബം സുരക്ഷിതരായിരിക്കും. ഗൗരിക്ക് അതിയായ സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അതിനു മുമ്പ് നീ ഞങ്ങളുടെ മകനെ ഒന്ന് കാണണം. ശങ്കരൻ മാഷ് ഫോണെടുത്ത് അതിൽ നിന്നും ഋഷികേശിന്റെ ഒരു ചിത്രം കാണിച്ചു. അവൾ ഒരു വട്ടം മാത്രമേ അതിലേക്ക് നോക്കിയിരുന്നുള്ളൂ. വലിയൊരു ഭയത്തോടെ അവൾ ഒരടി പിറകോട്ട് വേച്ചു മാറിപ്പോയി. എന്തോ ഒരു വസ്തു കരിഞ്ഞ പോലെ ഒരു മുഖം അവൾക്ക് അങ്ങനെയാണ് അപ്പോൾ തോന്നിയത്. വെളുത്ത കണ്ണുകൾ മാത്രം വ്യക്തതയോടെ കാണാം. ചുളിഞ്ഞുപോയ തൊലിയിൽ നിറയെ വസൂരി പോലെ കുരുക്കൾ. ഓർക്കുംതോറും അവൾക്ക് ഭയം തോന്നി. ഒരു നിമിഷം പോലും ആ മുഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. പിന്നെ എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കും? അവൾക്ക് വല്ലാത്ത ഭീതി തോന്നി. ഈ വിവാഹം നടന്നാൽ നിന്റെ കുടുംബം സുരക്ഷിതമായിരിക്കും. ഒരു മാത്ര ശങ്കരൻ മാഷ് പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കേട്ടു. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. തൊട്ടടുത്ത നിമിഷം ഒന്നും ചിന്തിക്കാതെ അവൾ അയാളോട് ഉറപ്പോടെ പറഞ്ഞു. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഈ വിവാഹത്തോട് രഘു വിസമ്മതിച്ചു. പക്ഷേ ഗൗരിയുടെ തീരുമാനം മാറിയില്ല. ശങ്കരൻ മാഷിന്റെ തറവാട്ടിൽ വെച്ചായിരുന്നു ഗൗരിയുടെയും ഋഷികേശിന്റെയും വിവാഹം. ആർഭാടത്തോടെ നടത്തിയ വിവാഹത്തിൽ പങ്കെടുക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും അവന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എത്തിച്ചേർന്നിരുന്നു. ഗൗരി ഒരു വട്ടം പോലും ഋഷികേശിനെ തലയുയർത്തി നോക്കിയതേയില്ല. വിവാഹ സമയത്തും ശേഷമുള്ള പാർട്ടിയിലും എല്ലാം ഋഷി മാസ്ക് വെച്ചായിരുന്നു നടന്നത്. അവന്റെ കണ്ണുകൾ മാത്രം കാണാൻ സാധിക്കും വിധമായിരുന്നു ഡ്രസ്സിംഗ് സ്റ്റൈൽ. വന്നവർക്കെല്ലാം അവന്റെ ഡ്രസ്സിങ്ങിൽ പുതുമ തോന്നിയെങ്കിലും അതിന്റെ കാരണം ചോദിക്കാൻ പലരും ഭയപ്പെട്ടു. ആ ദിവസത്തെ ഫംഗ്ഷനും നൈറ്റ് പാർട്ടിയും കഴിഞ്ഞതിന് ശേഷമായിരുന്നു എല്ലാവരും പിരിഞ്ഞുപോയത്. ശങ്കരൻ മാഷിന്റെ തറവാട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വലിയ മാൻഷനിലേക്ക് പോവാൻ അവർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഈ ഒരു രാത്രി തറവാട്ടിൽ കഴിഞ്ഞ് നാളെ വെളുപ്പിന് കൊച്ചിയിലേക്ക് തിരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. വസുമതി ടീച്ചറായിരുന്നു ഗൗരിയെ അവർക്കായി ഒരുക്കിയ റൂമിലേക്ക് അയച്ചത്. വളരെ മനോഹരമായ പരമ്പരാഗത രീതിയിലുള്ള വലിയൊരു മുറിയായിരുന്നു അത്. കൽച്ചുമരുകൾക്കു പകരം നിറയെ കൊത്തുപണികളുള്ള മരച്ചുമരുകളായിരുന്നു അവയെല്ലാം. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഗൗരി എല്ലാം കൗതുകത്തോടെ ഒന്ന് നോക്കി. കുറച്ചു നിമിഷത്തേക്ക് മറ്റെല്ലാം മറന്നുപോയ ഗൗരി വീണ്ടും തനിക്ക് സംഭവിച്ച ദുർവിധിയോർത്ത് നിറച്ചു. ഇന്ന് ഞാൻ ഒരു വികൃത മനുഷ്യന്റെ ഭാര്യയാണ്.
എന്ന ചിന്ത അവളുടെ മിഴികളിൽ നിന്ന് അനിയന്ത്രിതമായി കടലൊഴുകിക്കൊണ്ടിരുന്നു. തന്റെ കഴുത്തിലെ സ്വർണത്താലി ഒരു പക്ഷിയുടെ കാലിലെ ഭാരമുള്ള ചങ്ങലയാണെന്നൊരു മാത്രം അവൾക്ക് തോന്നി. അവളുടെ മനസ്സിൽ ദുഃഖത്തിന്റെ വർഷക്കാലപ്പെയ്ത്തിൽ ശരീരമൊന്നാകെ വിറങ്ങലിച്ചുപോയി. ഗൗരി, നോവിന്റെ അടിയാഴങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ പാവം പെണ്ണിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പിന്നിൽ നിന്നും ഗാംഭീര്യമുള്ള ശബ്ദമുയർന്നത്. അവളുടെ ശിരസ് വീണ്ടും താഴ്ന്നുപോയി. എത്ര കാലം നീ ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കും? ആ സ്വരം അവളെ വീണ്ടും ഭയപ്പെടുത്തി. ഗൗരി പതിയെ ചുമരിനടുത്തേക്ക് നീങ്ങിയപ്പോഴായിരുന്നു പെടുന്നനെ കരുത്തുറ്റ ഒരു കൈ അവളുടെ തോളിൽ പിടിമുറുക്കിയത്. ആ പാവം പിടിച്ച പെണ്ണിന്റെ ഉടലും ഹൃദയവും ആലില പോലെ വിറച്ചുപോയി. എന്നെയൊന്ന് നോക്ക് പെണ്ണെ. അവന്റെ സ്വരത്തിലെ മാധുര്യം അവളെ അത്ഭുതപ്പെടുത്തി. ഗൗരി പതിയെ ശിരസുയർത്തി. ശേഷം മീയുയർത്തി ആദ്യമായി അവനെ നോക്കി. മുഖമാകെ മറച്ചവന്റെ വശ്യവും തീവ്രവുമായ മിഴികളിലേക്ക് അതിശയത്തോടെ അവൾ നോക്കി. ഋഷികേശിന്റെ മിഴികൾ പതിയെ ചുമ്മി തുറന്നു. ആ പെണ്ണിന്റെ വെള്ളക്കടലിലെ കറുത്ത മുന്തിരി വൃത്തം അറിയാതെ ഇടറിപ്പോയി. ആ പുരുഷന്റെ തീവ്രമായ നോട്ടം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗൗരി മിഴികൾ താഴ്ത്തി. പറ്റില്ല, നിന്റെ കണ്ണുകൾ ഇനി താഴാൻ പാടില്ല. എന്നെ ഏത് രൂപത്തിലും കാണാനുള്ള ശക്തി നിനക്കുണ്ടായിരിക്കണം. അല്ല, ഈ ഋഷികേശിന്റെ ഭാര്യക്കുണ്ടായിരിക്കണം. ഋഷിയുടെ സ്വരം അല്പമൊന്ന് കടുത്തുപോയി. അവൾ അവനെ മാത്രം നോക്കി നിന്നുപോയി. പ്രത്യേക രീതിയിലുള്ള ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞു വെച്ച തന്റെ മുഖം ഋഷികേശ് പതിയെ ഗൗരിക്ക് മുമ്പിൽ തുറന്നു കാട്ടി. അവൾ ഞെട്ടിപ്പോയി. ഋഷിയിൽ നിന്നും ഒരടി പിന്നോട്ട് മാറി അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ആ വികൃതമാക്കപ്പെട്ട മുഖം, അന്ന് ശങ്കരൻ മാഷ് കാണിച്ച ചിത്രം അവളുടെ ഓർമ്മയിലൂടെ കടന്നുപോയി. ഇനി ഇത് തന്റെ ഭർത്താവല്ലേ? മറ്റെന്തെങ്കിലും ചതി നടന്നോ? അവളുടെ മനസ്സിൽ ചോദ്യങ്ങളുടെ കൂമ്പാരം ഉമിഞ്ഞുകൂടി. ഗൗരി വീണ്ടും വീണ്ടും ഋഷികേശിനെ നോക്കി. വെളുത്തു നീണ്ട മുഖത്ത് വൃത്തിയിൽ ഡ്രിം ചെയ്തു വെച്ച കുറ്റിത്താടി, നേരത്തെ കണ്ട അതേ തീവ്രമായ കണ്ണുകൾ, ചെമ്പൻ നിറത്തിലുള്ള കരുത്തുറ്റ മുടി അല്പം പിറകിലേക്ക് ബൺ ചെയ്തു വെച്ചിരിക്കുന്നു. കരുത്തുറ്റ ശരീരവും ആവശ്യത്തിന് ഉയരവുമുള്ള ഒത്ത ഒരു യുവാവ്. ഗൗരിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അന്ന് മാഷ് കാണിച്ചു തന്ന ആൾ ആരായിരിക്കും? പല ചോദ്യങ്ങൾ കൊണ്ടും അവളുടെ ഉള്ള് ചൂടുപിടിച്ചു. ഋഷി പതിയെ അവൾക്കരികിലേക്ക് വന്നു. ആ പെണ്ണിന്റെ ഇളം കൈകൾ പൊതിഞ്ഞു പിടിച്ചു. ഗൗരി അവന്റെ മുഖത്തേക്കും പൊതിഞ്ഞു പിടിച്ച കൈകളിലേക്കും ഒരു വട്ടം നോക്കി. എല്ലാം ഞാൻ പറയാം. ഋഷി ആ പെണ്ണിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ബെഡിലേക്കിരുത്തി. നിന്നെ ആദ്യമായി ഞാൻ എവിടെ വെച്ചാണ് കണ്ടതെന്നറിയാമോ? ഋഷി ആ പെണ്ണിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി. അവളില്ലെന്ന് പതിയെ തലയനക്കി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് അലൈറ്റ് ക്യാമ്പസിൽ വെച്ച് അവിടുത്തെ ഓണറായ പ്രതാപൻ സാറിന്റെ മുമ്പിൽ പഠിക്കാനൊരവസരം തരണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? ഋഷികേശ് നേർത്ത പുഞ്ചിരിയോടെ ഗൗരിയെ നോക്കി. അത് ഗൗരിക്ക് വാക്കുകൾ കിട്ടാതെയായി. അതെന്റെ അച്ഛനായിരുന്നു. അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ എനിക്ക് വല്ലാതങ്ങ് പിടിച്ചു. കാര്യം അച്ഛനോട് പറഞ്ഞപ്പോ നീ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നും അതുകൊണ്ട് നിനക്ക് പ്രിയം പണത്തിനോടായിരിക്കുമെന്നും പറഞ്ഞു. ഗൗരി അത്ഭുതത്തോടെ ഋഷിയെ കേട്ടിരുന്നു. അവൻ വീണ്ടും തുടർന്നു. അപ്പോ ഞാനും ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. കാരണം ഒരുപാട് പെൺകുട്ടികൾ പണം മോഹിച്ച് എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭാര്യയാവുന്നവൾ അങ്ങനെ ഒരു പെണ്ണാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തച്ഛനെയും മുത്തശ്ശിയെയും നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതും എന്റെ തീരുമാനപ്രകാരം അവരങ്ങനെയൊക്കെ പറഞ്ഞതും. ഋഷികേശ് പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ആ വികൃത മുഖം ആരുടേതാണ്? അവളുടെ ചിന്ത വീണ്ടും അവിടേക്ക് പോയി. ഇനിയും ആ ചിത്രത്തെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ച എനിക്കാണോ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തത്? എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ ചിത്രം കണ്ട് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയാണല്ലോ നീയെന്ന്. ഋഷികേശ് ഗൗരിയെ കളിയാക്കി. അവൾ ചമ്മലോടെ അവനെ നോക്കി. എന്നാലും നീ എന്തുകൊണ്ടാ എന്നെ കാണണമെന്ന് പറയാതിരുന്നത്? അങ്ങനെയെങ്ങാം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ പ്ലാനും പാളിപ്പോയേനെ. ഋഷി കുസൃതിയോടെ നാവ് കടിച്ചു പിടിച്ചു. അവന്റെ ഭാവം കണ്ട് അവൾ അറിയാതെ ചിരിച്ചുപോയി. അവൻ മതിമറന്നവളെ നോക്കി നിന്നുപോയി. അച്ഛൻ
അമ്മ. ഗൗരി പതിയെ മീനിറച്ച് അവനെ നോക്കി. പേടിക്കണ്ട, ഇന്നു മുതൽ അവർ എന്റെയും അച്ഛനും അമ്മയുമാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിന്റേതു മാത്രമല്ല, എന്റേതുമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തന്നെ ഞാൻ അവർക്ക് നൽകും. എത്രയും പെട്ടെന്ന് തന്നെ അവരെ ആരോഗ്യത്തോടെ നിന്റെ മുൻപിലൂടെ ഞാൻ നടത്തിക്കും. ഋഷി ആത്മാർത്ഥതയോടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരി സ്വയം അറിയാതെ അവനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി കരഞ്ഞുപോയി. എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ട്. ഇനി മുതൽ ഈ കണ്ണുകൾ ഋഷികേശിന്റെ മുൻപിൽ തായാനോ മറ്റാരുടെ മുമ്പിലും നിറയാനോ പാടില്ല. ആ പെണ്ണിന്റെ ഇളം താടി പിടിച്ചുയർത്തി അവനത് പറഞ്ഞപ്പോൾ കൂമ്പിയടഞ്ഞ താമരമൊട്ടുപോലെ അവന്റെ നെഞ്ചിലേക്ക് ചുരുങ്ങിപ്പോയവൾ. അവൻ ആ പെണ്ണിനെ പ്രണയത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഇനി 7 ജന്മവും ഋഷിയുടെ മാത്രം ഗൗരിയായി മാറുകയായിരുന്നു അവൾ.